ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീൽ വേസ് വിത്ത് അജയന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നമുക്ക് ഇനിയും കൂടുതലായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റുള്ളേ. നമ്മൾ നല്ല ചെറിയൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഡിജിടെക്കിന്റെ ഒരു മൈക്കാണ്. ഈ മൈക്കാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ നമ്മളിപ്പോൾ വൺ മന്തിന്റെ അടുത്തായി യൂസ് ചെയ്യുന്നു. സോ ഇതിന്റെ എങ്ങനെയുണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് പറയാവേ. ഏകദേശം 2495 രൂപ, അതായത് 2500 അടുത്ത് വരുന്ന ഒരു മൈക്കാണ്. അപ്പം അതിന് ഇത് വേർത്ത് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് തന്നെ ഇതിന്റെ അകത്ത് 2 മൈക്രോഫോൺസ് വരുന്നുണ്ട്. ഒന്നല്ല, 2 വരുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചില് 20 മീറ്റർ ആണ് ഇതിന്റെ സിഗ്നൽ റേഞ്ച് പറയുന്നത്. അതുപോലെ തന്നെ 4 മണിക്കൂറാണ് ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് ഒരു മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ട്. ആ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയോ. അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം, ഡിജിടെക് വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. ഇതിൽ 2 മൈക്കായിട്ടാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടുന്നത്. ഇതിനകത്ത് 2 മൈക്കുണ്ട്, ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൻ്റെ അകത്ത് നമുക്ക് തുറന്ന് നോക്കാം. സഞ്ചി, ഒരു ചാർജിങ് കേബിൾ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത്. 2 മൈക്ക്, അതിൻ്റെ കണക്ടർ, പിന്നെ പൗച്ച്, യൂസർ മാനുവൽ, USB കേബിൾ. സോ ഇത്ര ഐറ്റംസ് ആണ് അതിന് പാക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. സോ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായി. സോ അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഒരു ഗ്രീൻ ഇൻഡിക്കേറ്റർ ലൈറ്റ് കണ്ടോ. സോ അത് ഓണായാണ്, നമ്മുടെ കണക്ടർ ഓൺ ആയിട്ടുണ്ട്. സോ റിസീവർ ഓൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രീൻ ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയെ, ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയെ. ഈ ലൈറ്റ് അല്ല, താഴെ കാണുന്ന ഈ ഗ്രീൻ ഇൻഡിക്കേറ്റർ കണ്ടോ, നമ്മുടെ റിസീവറിലുള്ള. അതിനർത്ഥം റിസീവർ ഓൺ ആണെന്നാണ്. ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ഇതിനകത്ത് ഒരു കോളർ ഹോൾഡർ ഉണ്ട്, ഒരു ചാർജിങ് സ്ലോട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു പവർ സ്വിച്ച് ഉണ്ട്. പവർ സ്വിച്ച് ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ഈ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് കാണാവേ. ഇൻഡിക്കേഷൻ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് നമ്മുടെ റിസീവറായി കണക്ട് ആയിട്ടില്ലെന്ന് അർത്ഥം. റിസീവർ ഓണായി കണക്ട് ആയി കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഗ്രീൻ ആവേ. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. സോ ഇപ്പം നമ്മുടെ റിസീവറായിട്ട് നമ്മൾ കണക്ട് ആക്കിയിട്ടുണ്ട്. അന്നേരം കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ഗ്രീൻ ആയത് കണ്ടില്ലേ. അപ്പം ഇപ്പുറത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ നമ്മൾ ഓണാക്കി സ്റ്റാർട്ടിങ് അങ്ങനെ കണക്ട് ആയിട്ടുണ്ട്. സോ 2 മൈക്ക് ഇന്ന ടൈം അതേ കണക്ട് ആവും കേട്ടോ. അങ്ങനെയാണ് അതിൽ ഉള്ളത്. പവർ ഓഫ് ആക്കാനായിട്ടാണെങ്കിലും ഈ സ്വിച്ചിൽ, നമ്മുടെ പവർ സ്വിച്ചിൽ ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി കേട്ടോ. പവർ ഓഫ് ആയിട്ടുണ്ട്. അൺബോക്സിംഗ് വീഡിയോ വേണ്ടില്ലേ, അതാണ് ഇതിന്റെ അതിലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് പറയുവാണെങ്കിൽ, ഇതിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ പറയുവാണെങ്കിൽ ആവറേജ് ഞാൻ ഒരു 3.2 സ്റ്റാർ കൊടുക്കും. നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്: ബിൽഡ് ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റിന്റെ പിന്നെയും സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ക്ലോസ്ഡ് റൂം, അതുപോലെ ഔട്ട്സൈഡ്, പിന്നെ മോട്ടോർ വ്ലോഗിങ്, ഇങ്ങനെ അതിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പ്. ഈ 3 പാരാമീറ്റേഴ്സ് വെച്ച് നമ്മളൊന്ന് റിവ്യൂ ചെയ്തത് കേട്ടോ. ഓക്കെ, നമുക്ക് അതിലോട്ട് പോവാം. ഫസ്റ്റ് തിങ്, ബിൽഡ് ക്വാളിറ്റി നല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. അതിന്റെ മെറ്റീരിയൽസ് ആയാലും സ്വിച്ചസ് ആയാലും എല്ലാം നല്ല ഒരു വൃത്തിക്ക് തന്നെയാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ബിൽഡ് ക്വാളിറ്റിയിൽ ഐ എം സാറ്റിസ്ഫൈഡ്. ഒരു 4 സ്റ്റാർ കൊടുക്കാം, ഔട്ട് ഓഫ് 5 4 സ്റ്റാർ കൊടുക്കാം. സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ 3 കാറ്റഗറൈസ് ചെയ്യാം: ഇൻഡോർ, ഔട്ട്ഡോർ, അതുപോലെ തന്നെ നമ്മുടെ മോട്ടോർ വ്ലോഗിങ്. സോ ഇൻഡോർ വ്ലോഗ്സ് നമ്മൾ ഇതിനകത്ത് ഒരു ക്ലോസ്ഡ് റൂമിലിരുന്ന് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു വ്ലോഗ് ചെയ്യുന്നത്. അതിന് ഒരു 4 സ്റ്റാർ ഞാൻ കൊടുക്കുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കാര്യങ്ങൾ വരുന്നുണ്ട്. ഔട്ട്സൈഡ് റെക്കോർഡിങ് ഓക്കെ, ചെറിയ ഡിസ്റ്റർബൻസ് പിക്കപ്പ് ആവുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം വ്ലോഗ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അധികം വോയിസ് എടുക്കുമ്പോഴാണ് ഇതിന് ചെറിയൊരു എറർ വരുന്നത്. നമ്മൾ ചെറിയൊരു സൗണ്ടിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം അതിനും ഒരു 3.5 സ്റ്റാർ ഞാൻ കൊടുക്കുന്നു. പിന്നെ വരുന്നതാണ് മോട്ടോർ വ്ലോഗിങ്ങിന് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ മൈക്ക്. കാരണം ഞാൻ 2-3 അഡീഷണൽ കവറൊക്കെ വെച്ച് ഒട്ടും എയർ കയറാത്ത രീതിയിൽ ഹെൽമെറ്റിന്റെ സ്പഞ്ചിന്റെ അകത്ത് വരെ കയറ്റി വെച്ച് വരെ ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടായാലും നമുക്കൊരു 30 to 40 കിലോമീറ്റർ, അതായത് എക്കോണമി സ്പീഡ് നമുക്ക് പോകാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ക്ലിയർ ആയി തന്നെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാണ്ട്, നോയിസ് ഒന്നും ഇല്ലാണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇഫ് യു ആർ ഗോയിങ് എബോവ് ഒരു 40ന്റെ മുകളിൽ നമ്മൾ പോവാണ്, അങ്ങനത്തെ ക്രൂസ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ വിൻഡ് ബ്ലാസ്റ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വേറൊന്നും അതിൽ കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ വീഡിയോ കാണിച്ചു തരാവേ, അതൊന്ന് കണ്ടേക്കെ. നല്ല തിരക്കാണ്, ഇഷ്ടംപോലെ ആൾക്കാർ ന്യൂസിലുണ്ട്. ഇതൊക്കെ റെക്കോർഡ് ആവുന്നു എന്നൊരു പ്രതീക്ഷയെ കുറച്ച് ഞാൻ ഇൻഡിക്കേറ്റർ എടുക്കുന്നുണ്ടായിരുന്നു. സോ മോട്ടോർ വ്ലോഗിങ്ങിന് ഞാൻ കൊടുക്കുന്ന റേറ്റ് ഒരു 1 സ്റ്റാർ ആണ്.
ഔട്ട് ഓഫ് 5 1 സ്റ്റാർ കൊടുക്കുന്നത്. അത്രയും അതിന്റെ മോട്ടോ വ്ളോഗിങ്ങിന് പറ്റുന്നുള്ളൂ. നമുക്ക് അതുകൊണ്ട് വലിയൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ബാറ്ററി ബാക്കപ്പ്. ബാറ്ററി ബാക്കപ്പില് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കമ്പനി പറഞ്ഞൊരു 4 hours ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കമ്പനി പറഞ്ഞ ബാക്കപ്പ് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ബാക്കപ്പിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ഇന്ത്യൻ ആവറേജ് നമുക്കൊരു 3.2 സ്റ്റാർ നമുക്ക് കൊടുക്കാൻ പറ്റും ഔട്ട് ഓഫ് 5. അപ്പം ഇതാണ് എന്റെ റിവ്യൂ ഈ ഒരു മൈക്കിനെ കുറിച്ച് കേട്ടോ. 2500 അടുത്ത് വരുന്ന ഈ ഡിജിടെക് ഓൺലൈനിലൊക്കെ ഞാൻ വാങ്ങിയത് ഏകദേശം 1000 രൂപയ്ക്കാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം 1000 രൂപയ്ക്കാണ് ഈ സാധനം കിട്ടുന്നത്. നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ നോക്കി വാങ്ങിയാൽ മതി. അല്ലാണ്ട് 2500 ഇത് വെർത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആ 3.2 സ്റ്റാർ എനിക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷെ ഓഫേഴ്സ് കിട്ടിയ ഒരു 1000 രൂപയ്ക്കുള്ള മുതൽ ഉണ്ട്. 1000 രൂപ കിട്ടുവാണെങ്കിൽ ആ ഒരു മുതലുണ്ട് കേട്ടോ. അപ്പം ഇത്രയുള്ള നമ്മുടെ എന്റെ കുഞ്ഞു വീഡിയോ. ഡിജിടെക്കിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് വാങ്ങാനുള്ള ഫ്ലിപ്കാർട്ടിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാവേ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പം അതൊന്ന് കയറി നോക്കുക കേട്ടോ. അപ്പം അത്രയുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.